പൗർണമിയും അവിട്ടവും ഒന്നിച്ചു വരുന്ന ആവണി മാസത്തിലെ ദിവസമാണ് ആവണി അവിട്ടം. ഹിന്ദു ആചാരപ്രകാരം ഇത് പ്രാധാന്യം അർഹിക്കുന്നു. ബ്രാഹ്മണർ അന്ന് പൂണൂൽ മാറ്റി പുതിയ പൂണൂൽ ധരിക്കുകയും പൂർവ ഋഷിമാരെ സ്മരിച്ച് അർഘ്യം സമർപ്പിക്കുകയും ചെയ്യുന്നു. ഉപകർമ്മം എന്നാണ് ഈ ദിവസത്തെ ആചാരത്തിന് പറയുന്നത്. ഈ ദിവസം വേദോച്ചാരണവും മന്ത്രോച്ചാരണവും നടത്തുന്നത് വളരെ ശുഭകരമായാണ് കണക്കാക്കുന്നത്. ബ്രാഹ്മണ യുവാക്കൾ വേദപഠനം തുടങ്ങുന്നതും ആദ്യമായി പൂണൂൽ ധരിക്കുന്നതും ഈ ദിവസമാണ്. പൂണൂൽ ധരിക്കുന്നതിലൂടെ അയാളുടെ അകക്കണ്ണ് അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ കണ്ണ് തുറക്കുന്നു എന്നാണ് സങ്കല്പം. എന്നാൽ 4 വേദങ്ങളിൽ ഓരോന്നിനെയും പിന്തുടരുന്ന ബ്രാഹ്മണർ വ്യത്യസ്ത തരത്തിലും വ്യത്യസ്ത ദിവസങ്ങളിലുമാണ് ഉപകർമ്മങ്ങൾ അനുഷ്ഠിക്കാറുള്ളത്. ഈ ദിവസം പൂണൂൽ മാറ്റുന്നതോടെ ബ്രാഹ്മണർ ഒരു വർഷം മുഴുവൻ ചെയ്ത പാപങ്ങളിൽ നിന്ന് രക്ഷ നേടുകയും പുതിയ പൂണൂലിലൂടെ പുതിയൊരു രക്ഷാകവചം അണിയുകയും ചെയ്യുന്നു എന്നാണ് സങ്കല്പം. ആവണി അവിട്ടത്തിന് ഇത്തരമൊരു രക്ഷാസങ്കല്പം ഉള്ളതുകൊണ്ടാവാം ഇതേ ദിവസം ദേശവ്യാപകമായി രക്ഷാബന്ധൻ ഉത്സവമായി ആഘോഷിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ ആവണി അവിട്ടം രക്ഷ, രാഖി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ദേവേന്ദ്രൻ അസുരന്മാരെ തോൽപ്പിച്ച് അമരാവതി വീണ്ടെടുത്തപ്പോൾ ഭാര്യയായ ഇന്ദ്രാണി അല്ലെങ്കിൽ സജി ഈ ദിവസം ഇന്ദ്രൻ്റെ കൈത്തണ്ടയിൽ ഒരു ചരട് കെട്ടി എന്നും ആണ് പറയപ്പെടുന്നത്. പുരാണങ്ങളിൽ ഈ ദിവസം മഹാവിഷ്ണു അറിവിൻ്റെ മൂർത്തിയായ ഹയഗ്രീവനായി അവതരിച്ചതിനാൽ ഈ ദിവസം വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ബ്രഹ്മാവിനു വേദങ്ങളെ പുനഃസ്ഥാപിച്ചു കൊടുത്തത് ഹയഗ്രീവനായിരുന്നു. ആയതിനാൽ ഈ ദിവസം ഹയഗ്രീവ ജയന്തിയായും ആഘോഷിക്കുന്നു. ഇത്രയും സവിശേഷമായ ഈ ദിനത്തിൽ വിശ്വാമിത്ര മഹർഷിയാൽ വിരചിതമായ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഇരട്ടി ഫലദായകമാണ്. അതീവ ശ്രേഷ്ഠമായ ഗായത്രി മന്ത്രം മന്ത്രങ്ങളുടെ തന്നെ മാതാവെന്നാണ് അറിയപ്പെടുന്നത്. 108 തവണയോ 1008 തവണയോ ജപിക്കുന്നത് ഉത്തമമാണ്. സൂര്യോദയത്തിന് മുൻപുള്ള പ്രഭാത സന്ധ്യയിലും സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന മധ്യാഹ്ന സമയത്തും സൂര്യാസ്തമയത്തിന് തൊട്ടു മുന്നേയുള്ള സായം സന്ധ്യയിലും ഗായത്രി ജപിക്കാം. രാവിലെ ജപിക്കുന്നതിലൂടെ സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താൽ ജ്ഞാനവും, ഉച്ചയ്ക്ക് ജപിക്കുന്നതിലൂടെ ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ ദുരിതശാന്തിയും, സന്ധ്യയ്ക്ക് ജപിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഐശ്വര്യവും ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് മന്ത്രത്തിൻ്റെ സാരം. ഇതാണ് മന്ത്രം. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന്ന പ്രചോദയാത്. ഗായത്രി മന്ത്രത്തിലെ ഓരോ വാക്കും ശരീരത്തിന് കൂടുതൽ ഊർജം നൽകുന്ന വിധത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ മഹാമന്ത്രത്തിലെ 24 അക്ഷരങ്ങൾ മനുഷ്യ ശരീരത്തിലെ 24 ഗ്രന്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഗ്രഹദോഷങ്ങൾ അലട്ടാതിരിക്കാൻ ഈ ജപം സഹായിക്കും. മനഃശുദ്ധിയും മനോബലവും വർദ്ധിപ്പിക്കാനും പോസിറ്റീവ് എനർജി നിറയ്ക്കാനും അതിലൂടെ ഐശ്വര്യം വർദ്ധിപ്പിക്കാനും ഗായത്രി മന്ത്രത്തിന് സാധിക്കും. എല്ലാവർക്കും ആവണി അവിട്ട ആശംസകൾ നേരുന്നു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. നന്ദി.